ജൂൺ 17 ചൊവ്വാഴ്ച. മത്തായി 5:43 മുതൽ 48 വരെ വാക്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞൻ ഒരു സെമിനാർ നടത്തി. പ്രകൃതിയുടെ സാധ്യതകൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ള പുതിയ പരീക്ഷണങ്ങളെ വിവരിക്കുന്നതായിരുന്നു അത്. ഉദാഹരണത്തിന്, മനുഷ്യൻ്റെ ഒരു മുടിയുടെ വലിപ്പമുള്ള ഒരു കേബിളിൽ ഒരേ സമയം 200 TV പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരുന്നു ഒരു പരീക്ഷണം. ഈ സെമിനാറിൽ പങ്കെടുത്ത ഒരാൾ ശ്രദ്ധിച്ചു, ഓരോ പരീക്ഷണവും ഓരോ വസ്തുക്കളെക്കുറിച്ചാണ്. എന്നാൽ മനുഷ്യൻ്റെ സാധ്യതകളെ അൺലോക്ക് ചെയ്യുന്ന ഒരു പരീക്ഷണവുമില്ല. പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ വിജയം വരിച്ച 4 വ്യക്തികളോട് അവരുടെ മനുഷ്യ കഴിവുകൾ അൺലോക്ക് ചെയ്യാൻ എങ്ങനെ സഹായിക്കാം എന്ന് അവർ ശുപാർശ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഒരു പ്രതികരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതിതാണ്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു കഴിവ് നിങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്തും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യേശു ജീവിച്ചിരുന്ന സംസ്കാരം അങ്ങേയറ്റം അക്രമാസക്തമായിരുന്നതിനാൽ യേശു തികച്ചും ഒരു വിപരീത സംസ്കാരത്തിലായിരുന്നു. തങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കാൻ ആളുകൾക്ക് എളുപ്പമാണെന്ന് യേശു പറയുന്നു. എന്നാൽ ശാരീരികമായോ വൈകാരികമായോ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും അവിടുന്ന് പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കണം. പൂർണ്ണരായിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അനുഗ്രഹിക്കണമെന്ന വിവേചനം കാണിക്കാത്ത നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ആവുക എന്നാണ്. ആരെ സ്നേഹിക്കണം, ആരെ വന്ദനം ചെയ്യണം എന്ന വിവേചനം കാണിക്കരുതെന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമേ നാം സ്നേഹിക്കുന്നുള്ളൂവെങ്കിൽ യേശുവിൽ വിശ്വസിക്കാത്തവരെ പോലെയാണ് നമ്മളും. എന്നാൽ നമുക്ക് സമൂലമായ സ്നേഹമുള്ളതിനാൽ നമ്മൾ വ്യത്യസ്തരാണ്. നിത്യജീവൻ്റെ വാഗ്ദാനമല്ലാതെ മറ്റൊരു പ്രതിഫലവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. യേശുവിൻ്റെ അനുയായിയെ ലോകത്തിൻ്റെ മറ്റ് അനുയായികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്താണ്? ഉത്തരം ആ വാക്കിൽ തന്നെ ഉണ്ട്. യേശുവിൻ്റെ അനുയായി അല്ലെ യേശുവിനെ പിന്തുടരുക എന്നാൽ പിന്തുടരപ്പെടുന്നവനെ പോലെ ആവുക എന്നാണ്. ചുരുക്കത്തിൽ, മരണം വരെ ആളുകളെ സ്നേഹിക്കുന്ന യേശുവിനെ പോലെ ആവുക. അവനെ അനുഗമിക്കുക എന്നാൽ അവൻ ചെയ്തതും അവൻ പഠിപ്പിച്ചതും ചെയ്യുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഓരോ വ്യക്തിയും സ്നേഹയോഗ്യനാണ്. ഒരുപക്ഷെ നമ്മെ അവസാനം വരെ ബുദ്ധിമുട്ടിപ്പിച്ച് തളർത്തുന്നവനെ പോലും ഇന്ന് നമുക്കൊരു തിരഞ്ഞെടുപ്പ് നടത്താം. യേശു ചെയ്തതുപോലെ സ്നേഹിക്കണോ, അതോ നമ്മുടെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കണമോ? എന്തായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക?
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.